പ്രിയമുള്ള സുഹൃത്തുക്കളെ, ജബ്ബാർ മാഷ് അയ്യൂബ് മൗലവി തമ്മിലുള്ള സംവാദത്തിൻ്റെ പ്രധാന വിഷയം ഖുർആനും അറബിയും ആയിരുന്നല്ലോ. അറബി അറിഞ്ഞാൽ മാത്രമേ ഖുർആനെ ക്ലാസ് എടുക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ളതാണ് വാദം. അതിൽ ജബ്ബാർ മാഷ് ഉന്നയിച്ച രണ്ട് പ്രധാന പ്രശ്നം: ഒന്ന്, ഖുർആന് നിരൂപണം എഴുതിയിട്ടുള്ള എം അക്ബറിന് അറബി അറിയില്ല. ലോകമെമ്പാടും ലോക ജനതയെ ഒന്നാകെ മുസ്ലിമാക്കാൻ വെമ്പൽ കൊണ്ട് പേപ്പട്ടിയെപ്പോലെ പായുന്ന സക്കീർ നായക്കനും അറബി അറിയില്ല. പിന്നെ ജബ്ബാർ അറബി അറിഞ്ഞേ തീരൂ എന്ന വാശി കുണ്ഠിതം കൊണ്ടുണ്ടായി പോകുന്നതാണ്. ജബ്ബാർ മാഷിൻ്റെ ക്ലാസ്, ഖുർആൻ ക്ലാസ് അത്രത്തോളം വിശ്വാസികളെ ഉലച്ചിട്ടുണ്ട് എന്ന് വേണം അതിൽ നിന്ന് അനുമാനിക്കാൻ. പോട്ടെ, ഞാനിവിടെ പറയാൻ വരുന്നത് ഈ അറബി ഭാഷയിൽ എഴുതപ്പെട്ട ഖുർആൻ്റെ പരിതാപകരമായ അവസ്ഥകളെക്കുറിച്ചാണ്. ഞാൻ പണ്ടൊരിക്കൽ കണ്ടിട്ടുള്ളതാണ് ജെയ് സ്മിത്തിൻ്റെ ഹിസ്റ്റോറിസിറ്റി ഓഫ് ഖുർആൻ. 3 മണിക്കൂർ നീണ്ട പ്രഭാഷണമാണത്. അതിലെ 2-3 ഭാഗമായിട്ടേ ചെയ്യാൻ പറ്റൂ. പരമാവധി ചെയ്യാവുന്നത് ചെയ്യാം. അതിൽ ഖുർആൻ്റെ ഉത്ഭവം, ഖുർആൻ്റെ ക്രോഡീകരണം, തെറ്റുകുറ്റങ്ങൾ, അങ്ങനെ നിരവധി കാര്യങ്ങൾ അദ്ദേഹം തെളിവു സഹിതം വിശദീകരിക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ അവലംബിച്ചിട്ടുള്ളത് ജെയ് സ്മിത്തിൻ്റെ വീഡിയോ ആണ്. കടപ്പാട് അദ്ദേഹത്തോട് അറിയിച്ചുകൊണ്ടാണ് ഞാനിവിടെ തുടങ്ങുന്നത്. ഖുർആനെക്കുറിച്ച് മുസ്ലിങ്ങളുടെ ക്ലെയിംസ്, അവകാശവാദങ്ങൾ 4 അത് മനുഷ്യനിർമ്മിതമല്ല. അത് തന്നെ ഒരു പൊളിവാണെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. അത് ഭൂമിയിലേക്ക് ഇറക്കപ്പെട്ടതാണ്, അയച്ചതോ 610 മുതൽ 632 വരെയുള്ള 22 വർഷത്തെ കാലഘട്ടത്തിലാണ്. അത് എറ്റേണലാണെന്നാണ് ഖുർആൻ അതിനെക്കുറിച്ച് അവകാശപ്പെടുന്നത്. ഇത് എപ്പോഴും ഉള്ളത്. ആകാശത്ത് ഒരു ഫലകത്തിൽ എഴുതി വെച്ചിട്ട് പിന്നീട് കുറേ ആയിട്ട് താഴെ കൊണ്ട് 1-ാം ആകാശത്തിൽ വെച്ചിട്ട് അവിടെ നിന്നാണ് ഇറക്കി മുഹമ്മദിന് ഇത് കൊടുത്തു എന്നാണ് അതിനെക്കുറിച്ച് അവകാശപ്പെട്ടത്. പക്ഷേ ഇത് എപ്പോഴാണ് പൂർത്തീകരിക്കപ്പെട്ടത്? എപ്പോഴാണ് ഇത് എഴുതപ്പെട്ടത്? ഉസ്മാൻ്റെ കാലഘട്ടത്തിലാണ്. അപ്പം മുഹമ്മദിന് ശേഷം അബൂബക്കർ, അതിനുശേഷം ഉമർ, അതിനുശേഷം ഉസ്മാൻ. അബൂബക്കറും ഉമറും ഒക്കെ ചില നീക്കങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിലും അതൊക്കെ വേണ്ടത്ര രീതിയിൽ ഫലപ്രാപ്തിയിൽ എത്തിയില്ല എന്ന തോന്നൽ കൊണ്ടാണ് ഉസ്മാൻ 652 അതായത് നബി മരിച്ച് 20 വർഷങ്ങൾക്ക് ശേഷമാണ് ഇതൊന്ന് ക്രോഡീകരിക്കാനായിട്ട് ഉസ്മാന് തോന്നിയത്. അപ്പം ഉസ്മാനാണ് ഇത് പൂർത്തീകരിച്ചത്. ഇത് മുസ്ലിങ്ങൾ അവകാശപ്പെടുന്ന കാര്യമാണ്. ഞാൻ ഈ പറയുന്ന 4 കാര്യങ്ങളും മുസ്ലിങ്ങളുടെ ക്ലെയിംസാണ്. മാറ്റം ഇല്ലാത്തത്, ഒന്നും മാറിയിട്ടില്ല. വള്ളി പുള്ളി കുത്തുകോമ വരെ മാറിയിട്ടില്ല എന്നാണ് അവര് അവകാശപ്പെടുന്നത്. ഇനി മുസ്ലിങ്ങൾ ഖുർആൻ വായിക്കുന്നതോ, നമ്മളൊരു പുസ്തകം വായിക്കുന്ന എന്തിനാണ്? അറിവ് നേടാനാണ്. പദ്യമാണെങ്കിൽ രസിക്കാനാണ്, നോവലാണെങ്കിൽ അതീവ രസാവഹമായി കഥകളിലേക്ക് ഇറങ്ങിച്ചെന്ന് അഭിരമിക്കാൻ വേണ്ടിയിട്ട്. ഇതിനൊന്നിനുമല്ല ഖുർആൻ വായിക്കപ്പെടുന്നത്. പുണ്യം കിട്ടാൻ വേണ്ടി. 2 സൈഡും മലക്കുണ്ട്. നമ്മൾ വായിക്കുമ്പം അവർ പോയിന്റ് ഇട്ടുകൊണ്ടേയിരിക്കും. ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് എന്നാണ് ജെയ് സ്മിത്ത് പറയുന്നത്. ഒരു രസാവഹമായ കാര്യം, 85% മുസ്ലിങ്ങൾക്കും അറബി അറിയില്ല എന്നുള്ള കാര്യമാണ്. ഖുർആനും അറിയില്ല. അറിയാതെ വിശ്വസിക്കാം.
മലയാള പരിഭാഷകൾ പൂർണ്ണമായി വായിച്ചുകൊണ്ടാണ് ജബ്ബാർ മാഷ് ഇത്തരം കൃത്യങ്ങൾ ഏർപ്പെടുന്നതെങ്കിൽ ഇതിൽ കുറ്റം പറയേണ്ടത് ആരെയാണ്? ഇപ്പം ഖുർആനെ മനസ്സിലാക്കാൻ അറബി പഠിക്കണമെന്ന് വെച്ചാൽ അത് സംഭവ്യമുള്ള കാര്യമേ അല്ല. മുസ്ലിങ്ങളിൽ 85% ആളുകൾക്ക് അറബി അറിയില്ല. പോരെ? അപ്പോഴാണ് ജബ്ബാറിന് അറബി അറിഞ്ഞേ മതിയാവൂ, ക്ലാസ് എടുക്കണമെങ്കിൽ. ജബ്ബാർ മാഷ് പറഞ്ഞ ന്യായയുക്തമായ ഒരു കാര്യമാണ്. നിങ്ങളുടെ ആളുകൾ അതിന്മേൽ എഴുതിയിട്ടുള്ള തഫ്സീറുകളും വ്യാഖ്യാനങ്ങളും ഒക്കെ മലയാളത്തിൽ വായിച്ചുകൊണ്ട് അത് ഞാൻ മനസ്സിലാക്കിയ കാര്യം വെച്ച് അതിനെ വിമർശിക്കാമല്ലോ. ഒരു ജനാധിപത്യമാകുമ്പോൾ അങ്ങനെയാണല്ലോ. പിന്നെ മറ്റൊരു ക്ലെയിമാണ് മാറ്റമില്ലാത്തതൊക്കെ പടുകുഴിയിലാണ്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ എടുത്ത് നോക്കൂ. കഴിഞ്ഞ ഒരു 10-20 വർഷം മുമ്പത്തെ ജീവിതമല്ല ഇന്ന്. ഇത് കഴിഞ്ഞ് 10-20 വർഷം കഴിയുമ്പോൾ അന്നത്തെ ജീവിതം നമ്മൾ പിറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് അതിശയം തോന്നത്തക്ക രീതിയിലാണെങ്കിൽ മാറാത്തതൊന്നും നല്ലതല്ല. മാറ്റം നല്ലതിൻ്റെ ലക്ഷണമാണ്. മാറിക്കൊണ്ടേയിരിക്കണം. എല്ലാം മാറിക്കൊണ്ടേയിരിക്കുന്നു. പ്രകൃതിയും പ്രപഞ്ചവും ഉൾപ്പെടെ അനുനിമിഷം മാറാത്ത ഒന്ന് എന്ന് പറയുമ്പോൾ അതതിൻ്റെ ഒരു വല്ലാത്ത പോരായ്മയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നബിക്ക് ശേഷം 2000 കൈയെഴുത്ത് പ്രതികൾ ഉണ്ടായിരുന്നു, 168 വർഷം. എന്നാൽ ഇപ്പോൾ 1 മാത്രമാണ് അവശേഷിക്കുന്നത്. മാനുസ്ക്രിപ്റ്റ് കൈയെഴുത്ത് പ്രതികൾ. അതിനെക്കുറിച്ച് വിശദമായി നമുക്ക് നോക്കാം. ഈ മാറ്റമില്ല എന്നൊക്കെ പറയുന്ന അവകാശവാദം ഇന്നുള്ള മുസ്ലിം അപ്പോളജിസ്റ്റുകളുടെ തള്ളാണ്. മുൻനിരക്കാർ, പഴമക്കാർ പറഞ്ഞതോ മാറ്റമുണ്ട്, മാറിയിട്ടുണ്ട് എന്നാണ്. ഇബ്നു അബൂ ദാവൂദ് പറയുന്നത് യമാമ യുദ്ധത്തിൽ മരിച്ചവർ ഖുർആനെ മനഃപ്പാഠമാക്കിയവരാണ്. അത് കാരണം തന്നെ ഒരുപാട് മനഃപ്പാഠമാക്കിയവർ മരിച്ചു പോയത് കൊണ്ടാണ് ഉസ്മാൻ അതിനെ ക്രോഡീകരിക്കാനായിട്ട് തീരുമാനിച്ചത്. അതായത് മനഃപ്പാഠമാക്കിയവർ വീണ്ടും മരിച്ചു പോവുകയാണെങ്കിൽ ഇത് അന്യം നിന്ന് പോകുമെന്നുള്ള ഒരു ധാരണയിൽ മേലാണ്. അപ്പം സംരക്ഷിക്കപ്പെടുന്നു, മാറ്റമില്ലാത്തത് എന്നത് കടപുഴകി എറിയുന്ന ഒരു വർത്തമാനമാണ് യമാമ യുദ്ധം. അൽ സയൂത്തി പറയുന്നത് ഇതിൽ പലതും നഷ്ടപ്പെട്ടിട്ടുണ്ട്, അതിന് സാധ്യത വളരെ കൂടുതലാണ്. എഴുതി വയ്ക്കാൻ പാങ്കില്ലാത്ത ഒരു കാലഘട്ടത്തിൽ ഓർമ്മയിൽ മാത്രമുള്ള സംഗതികളിൽ മാറ്റം ഒരുപാട് വരും. ഓർമ്മ വിശ്വാസയോഗ്യമായ ഒരു സോഴ്സ് അല്ല. അതുകൊണ്ട് സയൂത്തി പറയുന്നത് ശരിയാണ്, പലതും നഷ്ടപ്പെട്ടിട്ടുണ്ട്. സഹീഹ് മുസ്ലിം പറയുന്നത് ഞാൻ പലതും മറന്നുപോയി എന്ന്. എങ്ങനെ? അദ്ദേഹം പലതും മറന്നുപോയി എന്ന്. ഉദാഹരണത്തിന് സൂറത്തിൽ ബറാത്തുണ്ട്. അത് സൂറത്തിൽ ബഖറയാണ് ഏറ്റവും വലിയ സൂറ. അതിനു മുമ്പ് സൂറത്തിൽ ബറാത്തായിരുന്നു ഏറ്റവും വലിയ സൂറ. അതിന് മാറ്റം വന്നു. മാറ്റമില്ല എന്ന് പറയുന്നത് ഒരു കളവാണ്, വഞ്ചനയാണ്, ചതിയാണ്. ബുഖാരി പറയുന്നത് ഓതപ്പെടുന്ന പല ആയത്തുകളും ക്യാൻസൽ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ്. ഉദാഹരണത്തിന് വ്യഭിചാരിയെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന നിയമത്തിന് രജാമെന്ന് പറയുക 100 അടി, അതിന് പിന്നീട് മാറ്റം വന്നിട്ടുണ്ട് എന്ന് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു. ഈ ബുഖാരി നബിക്ക് ശേഷം 200 വർഷത്തിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഈ കഥ എഴുത്ത്. ഇബ്നു നബിയുടെ ചരിത്രകാരനായ ഇബ്നു പേര് ഞാൻ മറന്നുപോയല്ലോ, അദ്ദേഹം 125 വർഷത്തിന് ശേഷമാണ് നബി ചരിത്രം സീറത്തുൻ നബവി എഴുതി തുടങ്ങിയതെങ്കിൽ ഈ കഥയൊക്കെ വിശ്വാസയോഗ്യമാണോ എന്ന ചോദ്യം. ഈ ഖുർആനെ വെച്ചുകൊണ്ടാണ് അറബി അറിഞ്ഞാൽ മതി. അപ്പം ഖുർആൻ എന്നുള്ളത് അപൂർണമാണ്, സംരക്ഷിക്കപ്പെട്ടതല്ല, മാറ്റമില്ലാത്തതല്ല, ഇറക്കപ്പെട്ടതല്ല, മനുഷ്യ നിർമ്മിതമാണ്. തെളിവുകളാണ് ഇവിടെ ഉദ്ധരിച്ചത്.
ഇബ്നു അബു ദാവൂദ് പറയുന്നത്, അദ്ദേഹം അൽ ഹജ്ജാജ് ഇബ്നു യൂസഫ് പറഞ്ഞതാണ്. ഇതിൽ ഒരുപാട് മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് 2-ാമത്തെ അധ്യായത്തിൽ 259-ാമത്തെ വാക്യം എന്താ? ലം യതസാന വാൻദുർ എന്നുള്ളത് ലം യതസാന എന്ന് മാത്രമായി മോഡിഫിക്കേഷൻ വരുത്തിയിട്ടുണ്ട്. 5-ാമത്തെ അധ്യായത്തിൽ 48-ാമത്തെ വാക്ക് ശരീഅതൻ വ മിൻ ജഹാൻ, അതിനെ ഷിർ അത്താവാമിൻ മിൻ ജഹാൻ എന്നാക്കി മാറ്റിയിട്ടുണ്ട് എന്നാണ് ഇബ്നു അബു ദാവൂദ് അൽ ഹജ്ജ് ഇബ്നു യൂസഫിനെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു. ബുഖാരി പറയുന്നത്, മറന്നുപോയവയ്ക്ക് പകരം അള്ളാഹു പകരം വെക്കുമെന്നാണ്. അപ്പം മറന്നു പോയിട്ടുണ്ട്, പകരം വെക്കപ്പെട്ടിട്ടുണ്ട്. മാറ്റമുണ്ടോ? ഇല്ലേ? അപൂർണമായ ഒരു ഗ്രന്ഥമാണ് ഖുർആൻ. അതിൻ്റെ സോഴ്സ്, അതിൻ്റെ മാറ്റമില്ലായ്മ, അതിൻ്റെ ക്രോഡീകരണം, ഇതൊക്കെ സംശയാസ്പദമായ ഒരുപാട് കാര്യങ്ങൾ ഉള്ളതാണെങ്കിൽ അതിനെ ക്ലാസ് എടുക്കാൻ അറബി അറിയണമെന്ന് പറയുന്നതിലെ ഔചിത്യം നമുക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമാണ്. സുനൻ ഇബ്നു മാജ പറയുന്നത് ആട് തിന്നവ. അതായത് അത് ഏത് കേസെന്ന് ചോദിച്ചാൽ, ഈ വ്യഭിചാരിക്ക് കല്ലെറിഞ്ഞു കൊല്ലണം എന്നതിന് മുലകുടി ബന്ധമുണ്ടെങ്കിൽ വേണ്ട. എങ്ങനെയാ മുലകുടി ബന്ധം? ആ കഥയിലേക്ക് ഞാൻ പോകുന്നില്ല, നീണ്ടുപോകും. അങ്ങനെ മുലകുടി ബന്ധത്തിൻ്റെ ആയത്ത് ആയിഷയുടെ വീട്ടിൽ സൂക്ഷിച്ചു കൊണ്ടിരുന്നപ്പോൾ അത് ആട് വന്ന് തിന്നു. എന്തൊക്കെയാണ് സംഭവിച്ചത് നോക്കുക. കളഞ്ഞുപോയവ, മറന്നുപോയവ, ക്യാൻസൽ ചെയ്തവ, മാറ്റപ്പെട്ടവ, ആടു തിന്നവ, അങ്ങനെ അങ്ങനെ നിരവധി കോലാഹലങ്ങൾക്ക് അടിമപ്പെട്ടതാണ് ഖുർആനെങ്കിൽ മാറിയെന്ന് പഴമക്കാർ പറയുന്നു. ഇന്നത്തെ കുട്ടി ദഅ്വാക്കാർ പറയുന്നത് ഇതൊന്നും മാറിയിട്ടില്ല, മാറുന്നവയല്ല. ഇതിൽ ആരെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? ഇനി ഖുർആനകത്ത് ഒരുപാട് അബദ്ധങ്ങളുണ്ട്. ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ മസ്ജിദുൽ അഖ്സ, അതായത് നബി വാനലോകത്തേക്ക് കയറിപ്പോയത് അവിടെ നിന്നാണ്. അങ്ങനെയൊരു പള്ളി ആ കാലഘട്ടത്തിൽ ഇല്ല. കാരണം മസ്ജിദുൽ അഖ്സ നിർമ്മിക്കപ്പെട്ടത് 710 AD-യിലാണ്. മിഹ്റാജ് നടന്നത് 621 AD-യിലാണ്. ഇനി ജെറുസലേമിലെ ക്രിസ്ത്യൻ പള്ളിയിൽ നിന്നാണ് മെഹ്റാജ് തുടങ്ങി എന്ന് വാദത്തിന് വേണ്ടി വാദിക്കാമെങ്കിൽ അത് 70 AD-യിൽ തന്നെ നശിപ്പിക്കപ്പെട്ടു എങ്കിൽ എങ്ങനെയാണ് അവിടെ നിന്ന് നബിക്ക് പോകാൻ സാധിക്കുക? അത് കള്ളക്കഥ എന്നുള്ളതിനും തെറ്റായ വിവരങ്ങളാണ് ഖുർആനിൽ ഉള്ളത് എന്നതിനും തെളിവാണ്. ഇനി ക്രോഡീകരണത്തിലേക്ക് വരികയാണെങ്കിൽ തമോശയുടെ പൊടിപൂരം കിടക്കുന്നത്. യമാമ യുദ്ധത്തിന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ അബൂബക്കർ തോന്നി ഇനിയും ഇതുപോലെ ഇതിനെ ഹൃദ്യസ്ഥമാക്കിയവന്മാർ മരിച്ചുപോയാൽ ഇത് അന്യം നിന്ന് പോകുമെന്നോ അല്ലോ എന്ന പേടി കാരണം സെയ്ദ് ബിൻ സാബിത്ത്, അദ്ദേഹം നബിയുടെ എഴുത്തുകാരനാണ്, അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ ഓർമ്മയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ക്രോഡീകരിക്കണം. സെയ്ദ് ബിൻ സാബിത്ത് പറഞ്ഞത്, ഞാൻ ചെയ്യില്ല, കാര്യം ഇത് നബി ചെയ്യാൻ എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല, നബി ചെയ്യാത്ത കാര്യം ഞാൻ ചെയ്യില്ല. പക്ഷേ നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹം അത് ചെയ്തു എന്നാണ് അവരുടെ തന്നെ ചരിത്രം പറയുന്നത്. എവിടെ നിന്നൊക്കെയാണ് ഇത് ശേഖരിച്ചത്? ഇപ്പൊ ഖുർആൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഓർമ്മയിൽ വരുന്നത് ഇന്നത്തെ ഒരു ഗ്രന്ഥമാണ്. നല്ല പുറംചട്ടയുള്ള, നല്ല മഷിയിൽ അച്ചടിച്ച് ചിലപ്പോൾ സൗജന്യമായി കിട്ടുന്ന ബൈബിള് പോലത്തെ ഒരു ഗ്രന്ഥം. അങ്ങനെയൊന്നുമല്ല. ഈ സെയ്ദ് ബിൻ സാബിത്ത് ശേഖരിച്ചത് പനയോലയിൽ എഴുതപ്പെട്ടവ, കല്ലുകളിൽ രേഖപ്പെടുത്തപ്പെട്ടവ, മനുഷ്യന്റെ ഓർമ്മയിൽ നിന്ന് ചികഞ്ഞെടുത്തവ. ഇതൊക്കെ എത്രത്തോളം വിശ്വസനീയമാണ്? ഇപ്പൊ പനയോലയിൽ ഖുർആൻ പൂർണ്ണമായി എഴുതി വയ്ക്കണമെങ്കിൽ എന്തെല്ലാം പാടുപെടണം.
അന്ന് പേപ്പറില്ല, പാച്ച്മെൻ്റാണ് ഉണ്ടായത്. അത് പിന്നീട് അന്ന് ചൈനയിൽ ഈ സാങ്കേതിക വിദ്യ ഉണ്ടായിരുന്നു, അള്ളാഹ്ക്കും നബിക്കും അറിയില്ല, അതുകൊണ്ട് സംഭവിച്ചില്ല. പിന്നെ കല്ലുകളിൽ എഴുതി സൂക്ഷിക്കണമെങ്കിലോ പെടാപ്പാട് പടേണ്ടി വരും. ഓർമ്മ ഒരു എന്താ പറയുക, നല്ല ഒരു സോഴ്സ് അല്ല എന്നുള്ളത്. പിന്നെ 9-ാമത്തെ അധ്യായത്തിൽ 128 മുതൽ 129 വരെയുള്ള വാചകങ്ങൾ അൽ അൻസാരിയുടെ ഓർമ്മയിൽ മാത്രമുള്ളതാണ്. അങ്ങനെ പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് കുഴപ്പമില്ലേ? ഇതുപോലെ ഓർമ്മയുള്ള എത്രയോ ആളുകൾ ഉണ്ടായിരുന്നിരിക്കാം, അവർക്ക് മറന്നുപോയിരിക്കാം, അവർ രംഗത്ത് വന്നില്ലായിരിക്കാം. അപ്പൊ ഇത് അപൂർണമാണ്. ഇന്നു കാണുന്ന ഖുർആൻ അപൂർണമാണ്. ഇതിനെ അങ്ങനെ ക്രോഡീകരിച്ച് ഉമറിന്റെ മകൾ ഹഫ്സ, അവര് നബിയുടെ ഭാര്യയാണ്, അവരെ ഏൽപ്പിച്ചു. അവരെന്ത് ചെയ്തു? കിടക്കുന്ന കട്ടിലിന് താഴെ കൊണ്ടിട്ടു. അത് 20 വർഷം ആരും തിരിഞ്ഞു നോക്കാതെ അനാഥപ്രേതമായി അവിടെ കിടന്നു എന്നാണ്. നോക്കൂ, നബിയുടെ ഭാര്യയ്ക്ക് ഈ ഖുർആനോടുള്ള മമതയും പ്രതിപത്തിയും ബഹുമാനവും എത്രത്തോളം 20 വർഷം പൊടിയടിച്ച് അവരുടെ കട്ടിലിന് കീഴിൽ കിടന്നെന്നാണ് ഇവരുടെ ചരിത്രം പറയുന്നത്. 652 AD ഉസ്മാൻ വീണ്ടും ഈ സെയ്ദ് ബിൻ സാബിദിനെ വിളിച്ച് ഒന്നുകൂടെ എഴുതാൻ പറഞ്ഞു. കാര്യം എഴുതിയത് നഷ്ടപ്പെട്ടിരിക്കാം, അല്ലെങ്കിൽ പൊടിയടിച്ച് നാശപ്പെട്ടിരിക്കാം. അത് കാരണം അദ്ദേഹത്തിന് സഹായികളായി അൽ സുബൈർ, അൽ ആസ്, ഇബ്നു ഹിഷാം എങ്ങനെ 3 പേരെ കൂടെ സഹായികളായി വിട്ട് 4 പേര് ഖുർആൻ വീണ്ടും എഴുതി. അള്ളാഹു സംരക്ഷിക്കുന്ന രീതി നോക്കൂ. ഞാൻ ഇതിനെ സംരക്ഷിക്കുമെന്ന് അള്ളാഹു വിടുവായത്തം പറയുകയാണ്. സംരക്ഷിക്കപ്പെട്ട കോലമാണ് നമ്മളിവിടെ കാണുന്നത്. അങ്ങനെ 9 പ്രവിശ്യകളിലേക്ക് അയച്ചു. അറേബ്യക്ക് ചുറ്റുമുള്ള 9 പ്രവിശ്യകളിൽ അയച്ചു. എന്നിട്ട് ബാക്കി വന്നവയൊക്കെ കത്തിച്ചു കളഞ്ഞു. എന്തിനായി കത്തിച്ചു കളഞ്ഞത്? വ്യത്യസ്ത അഭിപ്രായങ്ങൾ അതിന്മേലുണ്ട്, ശരിയല്ലാത്തവ അതിലുണ്ട് എന്ന് ഉമറിന് തോന്നി, ഉസ്മാന് തോന്നിയത് കൊണ്ടാണ് ഈ കത്തിച്ചു കളഞ്ഞത്. ഇതൊക്കെ ഇസ്ലാമിസ്റ്റുകൾ പറയുന്ന കഥയാണ്, ചരിത്രമാണെങ്കിൽ ഉസ്മാൻ എന്തുകൊണ്ട് കത്തിച്ചു എന്നുള്ള ഒരു ചോദ്യം ചോദിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഈ കത്തിക്കൽ നിസാരമായ ഒരു കത്തിക്കലല്ല, ഇത് പലതിനെയും ഇന്നും കത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി ഇത് എഴുതപ്പെട്ടത്, അതാണ് ഇനി പ്രധാനമായ ഒരു പോയിന്റാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇത് ഖുറൈശി ഡയലക്റ്റിലാണ് എഴുതപ്പെട്ടത്. അറബിയിലാണോ? അറബി ഇറാന്, ഇറാഖ്, അങ്ങനെയുള്ള പേർഷ്യ തുടങ്ങിയ ഒരുപാട് രാജ്യങ്ങൾ വ്യത്യസ്ത ഡയലക്റ്റ് ഉണ്ട്. ഖുർആൻ എഴുതപ്പെട്ടത് ഖുറൈശി ഡയലക്റ്റിലാണ്. ഇത്രയും അപജയങ്ങളുള്ള, അപൂർണമായി മാറ്റപ്പെട്ട, മറന്ന, കയ്യെഴുത്ത് പ്രതികൾ നഷ്ടപ്പെട്ട ഖുർആനെ കുറിച്ച് ഇവർ കൊള്ളുന്ന ഊറ്റം. അപ്പൊ ഇതിന്റെ കാരണം ഞാൻ നോക്കുമ്പോൾ ജബ്ബാർ മാഷ് അടിക്കുന്ന ആഞ്ഞടി ഇവർക്ക് കൊള്ളേണ്ട സ്ഥലത്ത് കൊള്ളുന്നു എന്നതിൻ്റെ തെളിവാണ്. ഒരു രസം, ഈ ഖുറൈശി ഡയലക്റ്റിലുള്ള ഖുർആനിൽ കുത്തുകൾ, കോമ, സ്വരാക്ഷരങ്ങൾ എന്നിവയില്ല എന്നുള്ളതാണ്. വവൽസ്, കോമ, പോയിന്റ്, ഇതൊന്നും അന്നില്ല. 7-ാം നൂറ്റാണ്ടിലില്ല. അതൊക്കെ വന്നത് 8-ാം നൂറ്റാണ്ടിലാണ്. ഇപ്പൊ ഇന്നത്തെ ഖുർആനിൽ അതൊക്കെ ഉണ്ട്. ഇപ്പം കോമ ഇട്ടാൽ മാറ്റം വരും. മാറ്റമില്ലാത്തത് എന്ന് പറയുമ്പോൾ 7-ാം നൂറ്റാണ്ടിലെ വവ്വൽസ് ഇല്ലാത്ത, കുത്തില്ലാത്ത ഒരു ഡയലക്റ്റിലുള്ള ഒരു ഖുർആൻ പിന്നീട് ഇന്ന് നിലവിലുള്ളതോ അന്നുള്ളതല്ല ഇന്നുള്ളത് എന്നതിൻ്റെ തെളിവാണ്. ഈ 9 പ്രവിശ്യയിൽ അയച്ചു എന്ന് പറഞ്ഞുവല്ലോ. അപ്പം 9 കയ്യെഴുത്ത് പ്രതി കാണണമല്ലോ അവിടെയൊക്കെ. ആ പ്രദേശങ്ങളൊക്കെ ഇന്നും അറബികളുടെ വാഴ്ചയിലാണ്, മുസ്ലിം ആധിപത്യത്തിൽ തന്നെയാണ്. ഇത് വളരെ പ്രധാനമായി സൂക്ഷിക്കപ്പെടേണ്ടതാണ്. ഹഫ്സ സൂക്ഷിച്ചില്ല, പിന്നെയല്ലേ ഈ 9 പ്രവിശ്യയിലെ ഭരണാധികാരികൾ സൂക്ഷിക്കാനുള്ളത്. ചുരുക്കി പറയുകയാണെങ്കിൽ ഈ 9-ൽ 1 മാത്രമാണ് ഇന്നുള്ളത്. ബാക്കിയെ കണ്ടവരുണ്ടോ, അല്ലെങ്കിൽ കാണാനില്ല എന്ന് പരസ്യം കൊടുക്കേണ്ട ഗതികേടിലാണ്. ഇനി നബിക്ക് എഴുതാനും വായിക്കാനും അറിയില്ല എന്നാണ് പറയുന്നത്.
എഴുതാനും വായിക്കാനും അറിയാത്ത ഒരാൾക്ക് എന്തിനാണ് റബ്ബിൽ സത്തായ തമ്പുരാൻ ഒരു ഗ്രന്ഥം ഇറക്കി കൊടുക്കുന്നത്? എഴുതാനും വായിക്കാനും അറിയുന്ന ഒരുപാട് ആൾ വേറെയുണ്ടല്ലോ. ഇത് കള്ളക്കഥയാണ്. കാരണം 28 അക്ഷരങ്ങളാണ് അറബിയുള്ളത്. അറബി പഠിക്കാൻ വളരെ എളുപ്പമാണ്. വെറും കേവലം 28 അക്ഷരങ്ങൾ പഠിക്കുകയാണെങ്കിൽ അറബി വായിക്കാനും എഴുതാനും പറ്റുമെന്നിരിക്കെ, സമർത്ഥനെന്ന് ഇവരവകാശപ്പെടുന്ന നബിക്ക് എഴുതാനും വായിക്കാനും അറിയില്ല എന്ന് പറയുന്നത് ഇല്ലാത്ത പോരിശ ഖുർആനുമേൽ കെട്ടിവെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കള്ളക്കഥ എന്നുള്ളതിന് തെളിവുണ്ട്. യമാമയിൽ 1000 മരിച്ചു എന്നൊക്കെ പറയുന്നത് വെറും കള്ളക്കഥയാണ്. 70 പേർ മാത്രമാണ് മരിച്ചു എന്നാണ് ചരിത്രം പറയുന്നതെങ്കിൽ, അപ്പോൾ 70 പേരുടെ ഓർമ്മയിൽ മാത്രമാണ് ഈ ഖുർആൻ ഉണ്ടായിരുന്നത്. ഒരു ഗതികേടിൻ്റെ ഒരു വല്ലാത്ത ഗതികേടാണ് നമ്മൾ കാണുന്നത്. അപ്പം 632 ഒരാൾക്ക് മാത്രമേ ഒരു ആയത്തറിയാവൂ എന്ന് പറയുമ്പോൾ അത് അപ്പോഴേ പൂർണ്ണമല്ല എന്ന് വരികിൽ ഇതാണ് ഖുർആന്റെ അവസ്ഥ. ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നില്ല. ഇനിയും വളരെ രസാവഹമായ ജെയിംസ് സ്മിത്തിന്റെ വിശകലനങ്ങൾ മറ്റൊരു അധ്യായത്തിൽ സൗകര്യപ്പെടുമെങ്കിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാം. മറ്റൊരു അധ്യായത്തിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.